യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ സെയിൻറ്റ് തോമസ് AD 52 കേരളത്തിലെത്തിയെന്നും ഇന്ത്യയിൽ ക്രൈസ്തവ സഭ സ്ഥാപിച്ചുവെന്നുമാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ നാം മാർത്തോമാ നസ്രാണികൾ എന്നറിയപ്പെടുന്നു. വിശുദ്ധ തോമസ് ലീഹായുടെ ജീവിതയാത്രയുടെ ഒരു ഭാഗം സെയിൻറ്റ് തോമസ് ചർച്ച് ഡിട്രോയിറ്റ് ഇവിടെ അവതരിപ്പിക്കുന്നു. പ്ലീസ് വെൽക്കം സെയിൻറ്റ് തോമസ് സീറോ മലബാർ കാത്തലിക് ചർച്ച് Detroit to the stage. സഹൃദയൻ, വിശുദ്ധ തോമസ് ലീഹായുടെ ജീവിതയാത്ര ഒരു ചരിത്ര സംഭവമാണ്. സമയപരിമിതി മൂലം വിശുദ്ധ തോമസ് ലീഹായുടെ ജീവിതയാത്രയിലെ ഒരേട് മാത്രം ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. വിശുദ്ധ തോമസ് ലീഹ AD 52 കൊടുങ്ങല്ലൂരിനടുത്തുള്ള മുസ്രിസ് പട്ടണത്തിൽ വന്നിറങ്ങിയെന്ന് ചരിത്രം പറയുന്നു. എന്തുണ്ട് രാമൻ നായരെ നമ്മുടെ സാമ്രാജ്യത്തിൽ വാർത്തകൾ? പ്രജകൾക്ക് ക്ഷേമം തന്നെയല്ലേ? ദേവീ കടാക്ഷം കൊണ്ടും വലിയ തമ്പുരാന്റെ കൃപ കൊണ്ടും നാടെങ്ങും സമൃദ്ധിയും സന്തോഷവും. കൊടുങ്ങല്ലൂരിനെ വെല്ലുന്ന ഒരു തുറമുഖം ഇന്നില്ല. നമ്മുടെ കുരുമുളകും ഏലവും ചന്ദനവും മറ്റു സുഗന്ധദ്രവ്യങ്ങളും ഇല്ലാതെ വിദേശ പ്രമുഖന്മാർക്ക് ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ പ്രജകളുടെ അധ്വാനത്തിന്റെ ഫലം. പക്ഷേ തമ്പുരാനെ, കച്ചവടത്തിന്റെ എല്ലാം ഇടനിലക്കാർ ഇന്നും യൂതന്മാരാണ്. ശരിയാണ് രാമൻ നായരെ, അത് നമ്മെയും അലട്ടുന്നുണ്ട്. പക്ഷേ നൂറ്റാണ്ടുകളായില്ലേ അവരിവിടെ താവളമുറപ്പിച്ചിട്ട്? യൂതന്മാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അടിയന് ഒരു കാര്യം ഓർമ്മ വന്നത്. തമ്പുരാനെ, 1-2 ദിവസമായ ഒരു വിദേശ സഞ്ചാരി അങ്ങേ മുഖം കാണിക്കാനായി കാത്തു നിൽക്കണം. ആഹാ, രാമൻ നായരെ ഉടനെ തന്നെ നമ്മെ മുഖം കാണിക്കാൻ ഉത്തരവിടൂ. നാം ഒരു സഞ്ചാര വാർത്താ പ്രിയനാണെന്നത് എനിക്ക് അറിയാമല്ലോ. ഓ, അറിയാമേ. അടിയൻ ഇതാ ഇങ്ങെത്തി. തമ്പുരാനെ, ഇതാണ് അങ്ങേ കാണാനെത്തിയ വിദേശി. വലിയ തമ്പുരാന് ഈ യേശു ശിഷ്യന്റെ പ്രണാമം. എന്താ രാമൻ നായരെ, നമ്മെ ഒന്ന് കബളിപ്പിച്ച് കളയാം എന്നായോ? ഈ ദേഹമാണോ നമ്മെ തല കാണിക്കാനെത്തിയിരിക്കുന്ന വിദേശപ്രഭു? പൊറുക്കണം തമ്പുരാനെ, വാണിജ്യമല്ല ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. വിദേശികളെ ബഹുമാനിക്കുന്നതാണ് നമ്മുടെ പാരമ്പര്യം. താങ്കൾ ആരാണ്? എന്താണാവോ ഈ വരവിന്റെ ഉദ്ദേശം? ഞാൻ ക്രിസ്തു ശിഷ്യനായ തോമ. രക്ഷയുടെ സദ്വാർത്ത കിഴക്കൻ നാടുകളിലേക്ക് എത്തിക്കാനാണ് എന്റെ വരവ്. ഇതെന്റെ ഒരു ഉപഹാരമായി അങ്ങ് സ്വീകരിച്ചാൽ. രാമൻ നായരെ, ഈ ദേഹം നമ്മെ അധിക്ഷേപിക്കാൻ നോക്കുകയാണോ? എന്താ ഹേ, ഈ മരക്കഷ്ണമോ താങ്കളുടെ ഉപഹാരം? അയ്യോ, തമ്പുരാൻ തെറ്റിദ്ധരിക്കരുത്. ഇത് വെറും മരക്കഷണമല്ല. ഇതാണ് രക്ഷയുടെ അടയാളം, വിശുദ്ധ കുരിശ്. കുരിശ്? ഈ വാക്ക് നാം എവിടെയോ ശ്രവിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോ ഓർമ്മ വന്നു. നികൃഷ്ട പാപികൾക്കുള്ള ശിക്ഷയായ മരക്കുരിശ്. അല്ല തമ്പുരാന്, ഈ അപമാനം നാം സഹിക്കില്ല. അതിഥികളിൽ നിന്നാണെങ്കിൽ പോലും. ആരെവിടെ? ഈ വിഡിയെ പിടിച്ച് പുറത്തു തള്ളുക.
ക്ഷമിക്കണം തമ്പുരാനെ. അങ്ങയെ അപമാനിക്കുകയല്ല എൻ്റെ ഉദ്ദേശം. സദ്വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മതി മതി തന്റെ ജൽപ്പനം. കടന്നു പോകുന്നതാണ് തന്റെ ജീവന് നല്ലത്. നിർത്തുക. സദ്വാർത്ത. അതുകൂടി നാം ഒന്ന് ശ്രമിക്കട്ടെ. ലോകരക്ഷകൻ മനുഷ്യ നന്മയ്ക്കായി കുരിശിൽ മരിച്ചു. സദ്വാർത്ത കൊള്ളാം. രക്ഷകൻ കുരിശിൽ മരിച്ചു. ഇതാണ് സദ്വാർത്ത. ഈ കഥ കൊള്ളാം. എന്തു കുറ്റമാണോ താങ്കളുടെ രക്ഷകൻ ചെയ്തത്? പ്രഭു, സ്നേഹം മാത്രമായ കറയറ്റ കുഞ്ഞാടിന് അവർ കുരിശിലേറ്റി. നമുക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവണില്ല. താങ്കൾ ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? പാപി അല്ലെങ്കിൽ പിന്നെ എന്തിനാടോ കുരിശു മരണം? തമ്പുരാനെ, ഞാൻ ഇയാളെ പുറത്താക്കാം. നിൽക്കുക രാമനായരെ. ശേഷം കഥ കൂടി നാം ഒന്ന് ശ്രമിക്കട്ടെ. മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞു അവരെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കാൻ ലോകൈക രാജാവായ ദൈവം തൻ്റെ പുത്രനെ മനുഷ്യനായി ഭൂമിയിലേക്ക് അയച്ചു. സ്നേഹത്തിൻ്റെ അടയാളമായ ആ ദൈവപുത്രനെ യഹൂദ പ്രമാണികൾ കുരിശിലേറ്റി. ഈ യൂതന്മാർ അത്ര ദുഷ്ടരാണോ അവരുടെ സ്വന്തം ദൈവത്തിന്റെ മകനെ കൊന്നുകളയാൻ? ലോകജനതയുടെ പാപങ്ങൾ ഏറ്റുവാങ്ങി സ്വമനസാലി യേശുക്രിസ്തു കുരിശിൽ മരിച്ചു. 3-ാം ദിവസം മരണത്തെ ജയിച്ചടക്കി എൻ്റെ യേശുനാഥൻ ഉയർത്തെഴുന്നേറ്റു. ഈ സദ്വാർത്ത ലോകമെമ്പാടുമുള്ള യൂതന്മാരെ അറിയിക്കുവാൻ യേശുവിൻ്റെ മഹത്വം ജനങ്ങളിൽ എത്തിക്കുവാനുമാണ് എൻ്റെ ഈ യാത്ര. ഓ ഓ ഓ ഓ ഓ ഓ അപ്പൊ ഇതാണ് താങ്കളുടെ സഞ്ചാര ഉദ്ദേശം. നിങ്ങളുടെ ദൈവത്തിന്റെ കഥ ഈ നാട്ടിൽ തങ്ങുന്ന യൂതന്മാരോട് പറയണം. കൊള്ളാം. അല്ല, ആരാണ് നിങ്ങളുടെ ഈ യേശുക്രിസ്തു? നാം കേട്ടിട്ടുള്ള നേതാക്കന്മാരുടെ കഥകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണല്ലോ ഇത്. സ്വന്തം ജനത്തിനു വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവുക. നാം ഇതുവരെ കേൾക്കാത്തൊരു പുതിയ തത്വശാസ്ത്രം. അല്ല തോമാ, അതിന്റെ പിന്നിലെ പ്രചോദനം അതെന്താണ്? സ്നേഹം, പ്രതിഫലമിച്ഛിക്കാത്ത സ്നേഹം. അതാണ് നന്മയുടെ പിന്നിലെ പ്രചോദനം. നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ കഴിഞ്ഞാൽ അവന്റെ നന്മയ്ക്ക് വേണ്ടി മരിക്കാനും മടി തോന്നുകയില്ല. അതായിരുന്നു യേശുവിന്റെ സന്ദേശം. ഹൗ, നിങ്ങളുടെ യേശുക്രിസ്തുവിന്റെ സന്ദേശം നമ്മെ അത്യന്തം ആകർഷിച്ചിരിക്കുന്നു. ഇനിയും കൂടുതൽ അറിയണമെന്നൊരു ജിജ്ഞാസ. തങ്ങണം. താങ്കൾ ഈ നാട്ടിൽ തന്നെ തങ്ങണം. നോം എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടത്? തമ്പുരാനെ, ഈ നാട്ടിൽ ചുറ്റി സഞ്ചരിച്ച് ഇവിടുള്ള യൂതന്മാരോട് ദൈവരാജ്യം പ്രഘോഷിക്കാനുള്ള അവസരം, അതുമാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. തമ്പുരാനല്ല, ഒരയൽക്കാരൻ, ഒരു നല്ല സുഹൃത്ത്. തങ്ങളുടെ പ്രഘോഷണം യൂതന്മാരോട് മാത്രമാക്കി നിർത്തേണ്ട, നമ്മുടെ പ്രജകളോടുമാകാം. ജനനന്മയ്ക്കുതകുന്ന നല്ല ആശയങ്ങൾ അതെവിടെ നിന്നാണെങ്കിലും നോം സ്വാഗതം ചെയ്യും. സുഹൃത്തെ, അങ്ങയുടെ ഈ വിശാല മനസ്കത, പ്രജകളോടുള്ള ഈ അർപ്പണബോധം, അതാണ് ഈ നാടിൻ്റെ അനുഗ്രഹം. അങ്ങിന്ന് തുറന്നു തന്ന ഈ വാതിൽ ഭാരത ജനതയിലേക്കുള്ള ഈശ്വരാനുഗ്രഹ പ്രവാഹത്തിൻ്റെ സ്രോതസ്സായി മാറട്ടെ.
യേശുവിൻ്റെ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സന്ദേശം യുഗാന്തം വരെ ഈ നാട്ടിൽ മാറ്റൊലിക്കൊള്ളട്ടെ. ക്രിസ്തുനാഥൻ അങ്ങയുടെ ഈ നാടിനെ അനുഗ്രഹിക്കും.